വെൽക്കം ടു സ്റ്റോറി മങ്ക്. നമ്മളിന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. CJP എന്ന പാർട്ടി രൂപീകരിച്ച് ഒരു സറ്റാറിക്കൽ പാർട്ടിയായി രൂപീകരിച്ച് 5 ദിവസത്തിനകം രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവുകയും ആ പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ട് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് പൂട്ടിക്കുകയും ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച്. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്, ആ മൂവ്മെൻറ്റിന് വലിയ പിന്തുണ കിട്ടുന്നത്? യുവാക്കൾ വലിയ തോതിൽ അസംതൃപ്തരാണോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അതുണ്ടെങ്കിൽ തന്നെ ഇത്തരമൊരു പ്ലാറ്റ്ഫോം വഴിയാണോ അത് പ്രകടിപ്പിക്കപ്പെടേണ്ടത് എന്നുള്ള ചോദ്യം വേറെയും അവിടെ നിൽക്കുന്നു. ബഷീറിന് എന്താ തോന്നുന്നത്? അഭിജിത്ത് ദീപ്കെ, ചീഫ് ജസ്റ്റിസ്, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തുന്നു. ഒരു സീനിയർ അഭിഭാഷകനായി നിയമിക്കണം എന്ന ആവശ്യം, സീനിയോറിറ്റി അല്ലെങ്കിൽ സീനിയർ അഭിഭാഷകൻ എന്ന പദവിയിലേക്ക് നിയമിക്കണം അല്ലെങ്കിൽ ആ പൊസിഷൻ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ വരുന്നു. ആ ഹർജി പരിഗണിക്കവേ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത കുറേ ആളുകൾ ജേർണലിസ്റ്റുകളാവുന്നു, സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തുന്നു, RTI ആക്ടിവിസ്റ്റുകളാവുന്നു. ഇവർ കോക്രോച്ചുകളും ഇത്തിൽ കണ്ണികളുമാണ് എന്നുള്ള മട്ടിലാണ് CJയുടെ പരാമർശം ഉണ്ടാകുന്നത്. CJയും ഒരു ഡിവിഷൻ ബെഞ്ചാണ്, 2 അംഗ ബെഞ്ചാണ്. അവരുടെ ഒരു പരാമർശം ഉണ്ടാകുന്നത്. അതിൻ്റെ തൊട്ട് പിറകെ ഇങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്തുകൊണ്ട് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരനായ ഒരാൾ ഇങ്ങനൊരു പാർട്ടി ഫോം ചെയ്യുന്നു. ആ പാർട്ടിക്ക് വലിയ തോതിലുള്ള പിന്തുണ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത തോതിൽ 5 ദിവസം കൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ വലിയ പിന്തുണ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നു. ഒരു ജെൻസി ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന്. ജെൻസി ഇമോഷൻ്റെ ഒരു പശ്ചാത്തലം രാജ്യത്തുണ്ട് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ അത് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടത് പാർഷ്യലി അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗികമായി ഒരു പുതിയ തലമുറയുടെ രാഷ്ട്രീയം എന്നത് ഇൻ്റർനെറ്റിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അതിന് രൂപം കൊള്ളാനും സംഘടിക്കാനും അതിൻ്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ പ്രകടിപ്പിക്കാനും വളരെ കുറഞ്ഞ സമയം മതി എന്നതാണ് പ്രത്യേകത. ഇതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ പരാമർശം വന്നു. അതിന് തൊട്ടു പുറകെയാണ് ഈ അഭിജിത്ത് ദീപ്കെ ഇത് തുടങ്ങുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ നേരത്തെ ആം ആദ്മി പാർട്ടിയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നു. 2000 മുതൽ 2003 വരെ ആം ആദ്മി പാർട്ടിയുടെ ഒരു വോളണ്ടിയർ ആയിരുന്നു, സോഷ്യൽ മീഡിയ വോളണ്ടിയർ ആയിരുന്നു. അങ്ങനെ പിന്നെ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുള്ള ആളാണ്. സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ്. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചതല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സറ്റയർ ഫോമായി രൂപീകരിച്ചതാണ്. രാഷ്ട്രീയ ആ ഒരു പേര് ജനതാ പാർട്ടി എന്ന ഒരു ഭാരതീയ ജനതാ പാർട്ടി എന്നതിൻ്റെ ഒരു സറ്റയർ രൂപം പോലെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പാർട്ടിയുടെ പേരിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ് ചെയ്തത്. ഗൂഗിൾ ഫോം പബ്ലിഷ് ചെയ്ത് ഈ പാർട്ടിയിൽ അംഗത്വം എടുക്കാനുള്ള ഒരു ഫോം സപ്ലൈ ചെയ്യുന്നു. അതിന് ഒരു മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആ മാനിഫെസ്റ്റോ വളരെ വലിയ പൊളിറ്റിക്കലായ മാനിഫെസ്റ്റോ ആണ്. വളരെ സീസൺഡായ പൊളിറ്റീഷ്യൻസ് തയ്യാറാക്കുന്ന പോലെയുള്ള, പക്ഷേ ചെറിയ സെൻറ്റൻസിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഒന്ന്, രാഷ്ട്രീയത്തിൽ കൂറുമാറ്റം നടത്തുന്ന രാഷ്ട്രീയക്കാരെ 20 വർഷം ബാൻ ചെയ്യണം എന്നതാണ്. 50% സീറ്റ് നിയമസഭയിലും പാർലമെൻറ്റിലും സ്ത്രീകൾക്ക് മാറ്റിവെക്കണം എന്നാണ്. അത് നിയമസഭയിലും പാർലമെൻറ്റിലും മാത്രം പോരാ, അത് ക്യാബിനറ്റ് പൊസിഷനിലും വേണം എന്നതാണ്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരാകുന്നവർ അല്ലെങ്കിൽ ജഡ്ജിമാരായി റിട്ടയർ ചെയ്യുന്നവർ പിന്നീട് രാജ്യസഭയിലേക്കും മറ്റ് പോസ്റ്റുകളിലേക്കും വരുന്നത് നിരോധിക്കണം എന്നതാണ്. ഈ തരത്തിൽ ഉള്ള വളരെ വലിയ രാഷ്ട്രീയ വേറെ 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, ഈ ഗോധി മീഡിയയിലെ ആങ്കർമാരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണം. അവരിലേക്ക് എന്താ പറയുക, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിരിക്കുന്ന തുക അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നിരിക്കുന്ന തുകയെക്കുറിച്ച് അന്വേഷണം നടത്തണം. അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായ പണം വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് കൂടി. നീറ്റ് പരീക്ഷയുടെ ചോർച്ചയുടെ ഒരു പശ്ചാത്തലം കൂടി ഈ നീക്കത്തിൽ ഇതിൻ്റെ ഒരു വലിയ സക്സസ്സിന് പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു ഐഡിയോളജിക്ക് പകരം ഇമോഷൻസ് എന്ന വിമർശനമാണ് അതിനെതിരെ ഉയരുന്നത്. എങ്കിൽ പോലും ഒരു സീസൺഡ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാവുന്ന വിധത്തിലുള്ള ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് വരുന്നു.
ഈ ഗൂഗിൾ ഫോംസ് ഫില്ല് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഫോംസ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ അതൊരു രാഷ്ട്രീയ തരംഗമായി മാറുന്നു. ഈ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, രാജ്യത്ത് BJP ഒഴികെയുള്ള ഒട്ടുമിക്ക പ്രതിപക്ഷ പാർട്ടികളും ഇതിൻ്റെ ഒരു ഓരത്ത് നിന്നുകൊണ്ട് അതിലേക്ക് ഐക്യപ്പെടാൻ ശ്രമിക്കുന്നു. അഖിലേഷ് യാദവ് ആണെങ്കിലും മഹുവ മൊയ്ത്ര ആണെങ്കിലും അതുപോലെ പല പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇടതു പാർട്ടികളുടെ പോലും പല നേതാക്കന്മാർ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഭാഗം മാറ്റിവെച്ച് ഇത് ഒരു യുവതയുടെ ഫ്രസ്ട്രേഷനാണ്, അവരുടെ അമർഷം രാഷ്ട്രീയമായി എക്സ്പ്രസ് ചെയ്യുന്നതാണ്, അതിനെ കാണാതിരുന്നു കൂടാ എന്ന വിധത്തിൽ ഇതിനെ വിലയിരുത്തുന്നു. ആം ആദ്മി പാർട്ടിയാണ് ഏറ്റവും മുന്നിലുള്ളത്. ഇത് തൊട്ട് മുമ്പാണ് ഒരാഴ്ച മുമ്പാണ് അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ജെൻസി പൊളിറ്റിക്സ് വരുന്നില്ല എന്ന തോതിലുള്ളൊരു ആശങ്ക പറയുകയും അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാവണം. ഏതായാലും ഇത് അൺപ്രസിഡൻ്റഡാണ്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് പല യൂത്ത് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സമയമെടുത്തുണ്ടായ യൂത്ത് മൂവ്മെൻറ്റ്സാണ്. ഇത്രയും വലിയൊരു ചലനം അത് ഇൻ്റർനെറ്റ് എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമാണ്. ഇന്ത്യയുടെ ഒരു ജെൻസി രാഷ്ട്രീയത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പോൾ നേപ്പാളിൽ, ബംഗ്ലാദേശിൽ, അങ്ങനെ പല രാജ്യങ്ങളിലും ഈ ജെൻസി പൊളിറ്റിക്സ് വരികയും പുതിയ ചെറുപ്പക്കാർ, മുൻപ് രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലാത്ത ആളുകൾ പോലും മുൻനിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയും അവിടെ നിലനിൽക്കുന്ന അധികാരത്തിനെതിരെ സംസാരിക്കുകയും അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുകയും അവിടെ ചില ഘട്ടങ്ങൾ ഇപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും എവിഡൻ്റ് ആയിരുന്നു, അവിടുത്തെ ഭരണകൂടം മാറുകയൊക്കെ ചെയ്തൊരു സിനാരിയോ അവിടെയുണ്ട്. ആ സിനാരിയോ വെച്ച് നോക്കുമ്പോൾ ഇവിടെയും സമാനമായ വിധത്തിലുള്ളൊരു മൂവ്മെൻറ്റിനുള്ളൊരു തുടക്കമായിട്ട് നമ്മളിതിനെ കാണണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ പിന്തുണ കൊടുക്കുന്ന, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിലെ പല നേതാക്കൾ പിന്തുണ കൊടുക്കുന്നു, ആം ആദ്മി പാർട്ടി പിന്തുണ കൊടുക്കുന്നു, അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും സുപ്രീമായിട്ടുള്ള നേതാവ് അദ്ദേഹം പിന്തുണ കൊടുക്കുന്നു, DMK നേതാവ് കനിമൊഴി പിന്തുണ കൊടുക്കുന്നു. ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ പിന്തുണ കൊടുക്കും. അപ്പം എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഭരണകൂടത്തെ എതിർക്കുന്ന പൊളിറ്റിക്കൽ ധാരകൾ അത് വേണ്ട വിധത്തിൽ ഒരു പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ളൊരു തോന്നലിൻ്റെ കൂടെ ബാക്കിയായിരിക്കും ഈ പൊതുവായി നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയത്തിൻ്റെ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. അതിപ്പോൾ ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിപ്പോൾ 2000 ആണ്ടിന് മുതൽ ഇങ്ങോട്ട് വന്ന എല്ലാ മൂവ്മെൻറ്റ്സിൻ്റെയും ചരിത്രം, അതിൻ്റെ ഒരു സ്വഭാവം നമ്മളെടുത്താൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുമായി ഡിസ്കണക്റ്റഡ് ആകുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് കയറി വരുന്നത്. അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരാജയത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്. ഇന്ത്യയിലും അതങ്ങനെ തന്നെയായിരിക്കണം. സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾ എവിടെയൊക്കെ ആൾക്കൂട്ടമുണ്ടോ അവിടങ്ങളിലേക്കൊക്കെ തങ്ങളുടെ വ്യാപ്തി നീട്ടാൻ ശ്രമിക്കുന്നത് പോലെ ആണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വലിയ ജനസഞ്ചയത്തെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. അതിൽ ആര് വിജയിക്കും, ആരാണ് അവരോട് കൂടുതൽ കണക്റ്റഡ് ആവുക, ആർക്കാണ് അവരുടെ ഒരു പിന്തുണ കിട്ടുക എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ ഇതിൻ്റെ ഒരു അപകടമല്ല, ഇതിൻ്റെ സാധാരണഗതിയിൽ ഒരു ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് പതിവ് മിക്കവാറും സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും സൗത്ത് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ അത് അങ്ങനെയാണ്. നേപ്പാളിൽ ഭരണത്തിലെത്തിയ മൂവ്മെൻറ്റ് പിന്നീട് അവർ സമരഘട്ടത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച ഒന്നിനോടും കമ്മിറ്റഡ് അല്ലാതായി എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന പാർട്ടിയായാണ് ഇത് രൂപം കൊണ്ടത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് തെരുവിൽ സമരം ചെയ്താണ് ആ മൂവ്മെൻറ്റ് മുന്നോട്ട് വന്നത്. പക്ഷേ നാഷണൽ സിറ്റിസൺസ് പാർട്ടി വളരെ പെട്ടെന്ന് അവിടുത്തെ മതരാഷ്ട്രവാദവുമായി ഐക്യപ്പെടുകയും മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ചേരുകയും ആ അലയൻസ് രൂപപ്പെടുകയും ചെയ്തു. സ്ത്രീകളായ ആരും സ്ഥാനാർത്ഥികളാകാൻ പാടില്ല എന്ന് പറയുകയും പുരുഷന്മാരുടെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തു. പെൺകുട്ടികൾ മുഴുവൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം കണ്ടു. സൗത്ത് ഏഷ്യൻ മൂവ്മെൻറ്റ്സിന് പൊതുവായി, സൗത്ത് ഏഷ്യയിലെ ഈ ജെൻസി മൂവ്മെൻറ്റ്സിന് പൊതുവായി ഐഡിയോളജിക്കലായ ഒരു എന്താ പറയുക, ഒരു കരുത്തില്ലായ്മ ഉണ്ടാവുകയും പിന്നീട് അത് മറ്റേതൊക്കെയോ രാഷ്ട്രീയ ധാരയിൽ പോയി ലയിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവം അതാണ് ആം ആദ്മി പാർട്ടിയുടെ സ്വഭാവം പോലും അതാണ്. ഇപ്പം രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത്
അന്നുയർന്ന അഴിമതി ആരോപണങ്ങളെ ചൊല്ലി വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയിൽ രൂപപ്പെടുകയും ചെയ്തതാണ് ആം ആദ്മി പാർട്ടി. ആ ആം ആദ്മി പാർട്ടി പിൽക്കാലത്ത് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് നമ്മളുടെ മുമ്പിലുണ്ട്. ഹനുമാൻ ചാലിസ ചൊല്ലിക്കൊണ്ട് അധികാരം പിടിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ച കാഴ്ച നമ്മളുടെ മുമ്പിലുണ്ട്. അതായത് BJP എന്താണോ ചെയ്യാൻ ശ്രമിച്ചത് അതിൻ്റെ ഒരു സെക്കൻഡ് ഫിഡിലായിട്ട് ആം ആദ്മി പാർട്ടി മാറിയ കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. അയോധ്യയിലേക്ക് സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തിരുന്നു ആം ആദ്മി പാർട്ടി. അതായത് എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന വ്യാജേന രംഗത്ത് വരികയും എന്നാൽ അതേ സിസ്റ്റത്തിൻ്റെ പിന്തുടർച്ചക്കാരായി മാറുകയും ചെയ്ത കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കെതിരെയും വലിയ അഴിമതി ആരോപണങ്ങൾ, അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനും സത്യേന്ദ്ര ജെയിനും ഒക്കെ നേരെ ഉയർന്ന ആരോപണങ്ങൾ കോടതി തന്നെ ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റമുക്തരാക്കുക കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ ആരോപണമായിട്ട് അഴിമതി അവർക്ക് മേൽ ഉണ്ടായി എന്നുള്ള വസ്തുതയും അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉയർന്നു വരുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഒരു പിന്തുണ കിട്ടുന്ന കാഴ്ച ഇന്ത്യയിൽ നമ്മൾ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെയുള്ളൊരു പിന്തുണ കിട്ടുകയും വളരെ പെട്ടെന്ന് അത് താഴേക്ക് പോവുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതൊരു ഫോർമൽ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയി പോലും രൂപപ്പെട്ടിട്ടില്ല. ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ മൂവ്മെൻ്റാണ് ഇത് എന്ന് പോലും അതിൻ്റെ സ്ഥാപകരായിട്ടുള്ള ആളുകൾ, അഭിജിത് കെ ആണെങ്കിലും അവർ പറഞ്ഞിട്ടില്ല ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ തോതിലുള്ള പിന്തുണ അതിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു ആൻറ്റി ഇൻകംബൻസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻറ്റി ഇൻകംബൻസി എന്നതാണോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് പൊതുവായുള്ള ഒരു അമർഷമാണോ എന്നുള്ളതാണ്. അതിൽ ഈ പാറ്റകൾ എന്ന ഐഡൻറ്റിറ്റിയെ തന്നെ അവർ പോസിറ്റീവായി സറ്റൈറിക്കലി പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അത് ഞങ്ങൾ പാറ്റകളാണ്, പാറ്റകൾക്ക് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടുതലാണ്, പാറ്റകൾ ഏത് അന്തരീക്ഷത്തിലും സർവൈവ് ചെയ്യും, യുദ്ധങ്ങളുണ്ടായി അവസാനിച്ച് പോയാലും പാറ്റകളാണ് അവിടെ അവശേഷിക്കുന്ന ജന്തുക്കൾ, ഞങ്ങൾ പാറ്റകളാണ്, ഞങ്ങൾ അൺഎംപ്ലോയിഡാണ്. പിന്നെ അതിനെ ഒരുപാട് ആക്ഷേപഹാസ്യത്തിൻ്റെ പല പല ലെവലിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു. സെക്കുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ലേസി മൂവ്മെൻറ്റ് എന്ന മട്ടിലാകുന്നു. അതായത് മടിയെ ഒരു ഉത്കൃഷ്ടമായ സംഗതിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. മടിയന്മാരാണ്, അൺഎംപ്ലോയിഡാണ്, മടിയന്മാരാണ്, പാറ്റകളാണ് ഞങ്ങൾ. ഈ മൂന്ന് കാര്യത്തെയും ഞങ്ങൾ ഓൺ ചെയ്ത് പോകുന്നു എന്ന്. അതുപോലെ വളരെ വളരെ സിംബോളിക്കായിട്ടുള്ള കുറേ സംഗതികൾ വളരെ പെട്ടെന്ന് ഇതിൻ്റെ തുടർച്ചയിലുണ്ടായി എന്നുള്ളതാണ്. പാറ്റകൾ തിന്നു തീർക്കുന്ന താമരയെ നമ്മൾ കാണുന്നുണ്ട്, പാറ്റകൾ തിന്നു തീർക്കുന്ന മറ്റ് നിരവധി സംഗതികളെ നമ്മൾ കാണുന്നുണ്ട്. ഇനിയും പാറ്റകൾ തിന്നു തീർക്കാൻ ഒരുപാട് സംഗതികളുണ്ട് എന്നുള്ളതാണ് ആ മാനിഫെസ്റ്റോയിൽ അവർ പറയുന്നത്. അതായത് ഇപ്പോൾ കൂറുമാറുന്ന അംഗങ്ങൾക്ക് 20 വർഷം വരെ വിലക്കേർപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാറ്റകൾ ഇവരെ തിന്നു തീർക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആളുകൾ പുതിയ സ്ഥാനങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ പാറ്റകൾ നിങ്ങളെ തിന്നു തീർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പല പല ലെവലിൽ ഇത്തരം എന്താ പറയുക, അതെങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഴ്സ് എന്നോ അതിൻ്റെ തുടക്കക്കാർ എന്ന ആളുകളിൽ നിന്നോ ഒക്കെ വിട്ട് അതൊരു പബ്ലിക് ജനറേറ്റഡായ കണ്ടൻ്റായി തീർന്നുണ്ട്. ഒരു വലിയ ഒരു പൊതു പ്രതലത്തിൽ രൂപപ്പെടുന്ന പല പല ദിക്കിൽ നിന്ന് രൂപപ്പെട്ട് വരുന്ന കണ്ടൻറ്റ്, അതിനെല്ലാം ഈ ഐഡൻറ്റിറ്റി. ഇപ്പോൾ JNUവിലെ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന മുദ്രാവാക്യം ഒരു സൈഡിൽ ഇതിൻ്റെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് കേൾക്കാം നമുക്ക്. മറ്റ് ഇടങ്ങളിൽ നടക്കുന്ന സമരത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഈ ഒരു ബാനർ വെച്ച് വരുന്നത് കാണാം. അതിനെ നമുക്ക് ഈ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കക്കാരുടെയോ ഒന്നും അഭിപ്രായമായി ഒന്നും കണക്കാക്കാൻ പറ്റില്ല. ഇത് എവിടെ നിന്നോ ഉയർന്നു വരുന്ന ഒരു അമർഷത്തിൻ്റെയോ പ്രതിഷേധത്തിൻ്റെയോ ചിലത് തീർത്തും സറ്റൈറിക്കലാണ്, താനും സറ്റൈർ അല്ലാതെ മറ്റൊന്നും അതിൽ. പക്ഷേ ഇതിൽ ഈ വിധത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ ഏറ്റവും കൂടുതൽ ഗൗരവത്തിലെടുത്തിരിക്കുന്നത് സർക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ അവരുടെ അക്കൗണ്ട് മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് വരുന്നു, ഇത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും രാജ്യസുരക്ഷയ്ക്കും എതിരാണ്, അല്ലെങ്കിൽ അതിന് പശ്ചാത്തലത്തിലാണ് നിരോധനം വരുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാണ് ഈ മൂവ്മെൻറ്റ് എന്നുള്ള മട്ടിലേക്ക് വളരെ പെട്ടെന്ന് ഭരണകൂടം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഈ ക്യാബിനറ്റ് അടക്കം
തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ പദവികളിലും 50% സ്ത്രീകൾക്ക് സംവരണം അനുവദിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന് പറയുന്നത് രാജ്യദ്രോഹമാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. കൂറുമാറുന്ന അംഗങ്ങൾ അവരെ 20 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തണം എന്ന് പറയുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാവുക എന്നുള്ള ചോദ്യമുണ്ട്. അതുപോലെ റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് പിന്നെ പോസ്റ്റുകൾ കൊടുക്കരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാവുക എന്നുള്ള ചോദ്യമുണ്ട്. സ്വതന്ത്ര മാധ്യമങ്ങൾ വേണം എന്ന് അതെ, പറയുന്നത് സ്വതന്ത്ര മാധ്യമങ്ങൾ വേണം എന്ന് പറയുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാവുക. ഇപ്പോൾ സർക്കാരിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ നടത്തുന്ന ആങ്കർമാരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാവുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് വളരെ പെട്ടെന്ന് ആക്ട് അല്ല, ഒരു സോഷ്യൽ അൺട്രസ്റ്റ് ഉണ്ടാകുന്നു യുവാക്കൾക്കിടയിൽ എന്ന മട്ടിലുള്ള വിശദീകരണവുമായിട്ടാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ തൻ്റെ പരാമർശത്തിൽ നിന്ന് ഏറെക്കുറെ അദ്ദേഹം വിഡ്രോ ചെയ്തു. അപ്പോളജൈസ് ചെയ്തില്ല, പക്ഷേ അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഇന്ത്യയിലെ യുവാക്കൾ എന്നെ എല്ലാ കാലത്തും ഇൻസ്പയർ ചെയ്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യാൻ. പക്ഷേ അങ്ങനെ ക്ലാരിഫൈ ചെയ്യുമ്പോഴും പോലും ചീഫ് ജസ്റ്റിസിൻ്റെ ആ പരാമർശങ്ങൾ, അതിൽ ഇപ്പോൾ തൊഴിലില്ലാത്ത യുവാക്കൾ, അവർ ജേർണലിസ്റ്റുകളാകുന്നു, അവർ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ചെയ്യുന്നു, അവർ ചിലർ RTA ആക്ടിവിസ്റ്റുകളാകുന്നു, എന്നിട്ട് ഇവരെല്ലാവരും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ആക്രമിക്കുന്നു എന്നുള്ളൊരു പരാമർശമാണ് അദ്ദേഹം നടത്തുന്നത്. ഏതാണ്ട് രാജ്യത്ത് കഴിഞ്ഞൊരു 10-12 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഏത് വിധത്തിലാണോ കാര്യങ്ങളെ കാണുന്നത് അതിൻ്റെ ഒരു വേറൊരു അതിൻ്റെ അതേ ആവർത്തനമാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ ഒരു പരാമർശം രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനത്തോട്, ഇവിടുത്തെ യുവാക്കളോട് റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരോടൊക്കെ കാണിക്കുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് ആ പരാമർശം അവിടെ നിൽക്കുന്നത്. അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ആറ്റിറ്റ്യൂഡ് അവിടെ വളരെ എക്സ്പ്ലിസിറ്റാണ്. എന്താണോ ഭരണകൂടം കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, എന്താണോ ഭരണകൂടത്തിൻ്റെ കീഴിൽ ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, അത് തന്നെ പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഒരാൾ കാണിക്കുന്നു. അതിനോടുണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് വലിയ തോതിലുള്ള റിയാക്ഷനാണ്, ചെറിയ റിയാക്ഷനല്ല. ഇതിപ്പം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റായി മാറും എന്നോ, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റ് തന്നെയും ഒരു ശരിയായ ഡിറക്ഷനിലാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടായതുപോലെ ഇതും പ്രതിലോമകരമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടേത് ഉൾപ്പെടെ ഈ മൂവ്മെൻറ്റിൻ്റേത് ഉൾപ്പെടെ പൊതുവായി സൗത്ത് ഏഷ്യയിൽ വന്ന മൂവ്മെൻറ്റുകളുടെ ഒരു പൊതു സ്വഭാവം. അസമിൽ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ആണ് ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായി അവിടെ അസം ഗണപരിഷത്ത് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാകുകയും അതിന് 25-ാമത്തെ വയസ്സിലൊരു മുഖ്യമന്ത്രി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ പിന്നീട് അത് ഐഡിയോളജിക്കലി ഡൈല്യൂട്ടഡ് ആയി പോകുന്നതാണ്. ചരിത്രപരമായി റൂട്ടഡ് അല്ലാത്ത പ്രത്യയശാസ്ത്രവുമായി വരുന്ന അതത് കാലത്ത് ഉയർന്നു വരുന്ന ജനരോഷം എന്നത്, അല്ലെങ്കിൽ അമർഷം, ഒരു ആ തരത്തിലുള്ള രാഷ്ട്രീയ അഭിലാഷങ്ങൾ എക്സ്പ്രസ് ചെയ്തു വരുന്ന മൂവ്മെൻറ്റ്സ് മുഴുവൻ ഒന്നുകിൽ ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാൽ അക്കമഡേറ്റീവ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയപരമായ ഉള്ളടക്കം ചോർന്ന് മറ്റ് ദിശയിലേക്ക് സഞ്ചരിക്കുന്നത് കാണാം. ഇതിനപ്പുറത്ത് നിലനിൽക്കാൻ ഇത്തരം മൂവ്മെൻറ്റ്സിന് കഴിയുമോ എന്നതാണ്. അങ്ങനെ ഈ ജനങ്ങൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ അതികഠിനമായ വിധത്തിലുള്ള ഒരു അമർഷം രൂപപ്പെടുന്നുണ്ട് എന്നത് സ്പഷ്ടമാണ്. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്താൻ, അതിനെ മൊബിലൈസ് ചെയ്യാൻ, അതിനെ ഒരു രാഷ്ട്രീയമായ ദിക്കിലേക്ക് തിരിച്ചുവിടാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അവർ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർക്കതിനെ ഒരു രാഷ്ട്രീയ ദിശയിലേക്ക് ഇതിനെ തിരിച്ചുവിടാൻ കഴിയുന്നുണ്ടോ എന്നാണ്. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നേരത്തെ യൂത്ത് ഫോർ ഈക്വാലിറ്റി പോലെയുള്ള മൂവ്മെൻറ്റ്സ് വന്നല്ലോ, അതുപോലെ ഇതൊരു വലതുപക്ഷ സംഗതിയായിട്ട് അങ്ങ് തീരും. അതല്ലെങ്കിൽ ഒരു മധ്യവർഗത്തിൻ്റെ താൽക്കാലികമായ പൊളിറ്റിക്കൽ എക്സ്പ്രഷനായിട്ട് അങ്ങ് അവസാനിക്കും. അതിനപ്പുറത്തേക്ക് ഇത് പോകണമെങ്കിൽ ഇതിന് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ രൂപം തന്നെ ഉണ്ടാവണം എന്നതാണ്. നമ്മുടെ അയൽപക്കത്തുള്ള രാജ്യങ്ങളിൽ സംഭവിച്ച ജൻസി മൂവ്മെൻറ്റുകളെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ അല്പായുസായി പോകും ഇത് എന്ന് ആശങ്കപ്പെടുന്നത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ അല്പായുസായി പോകാനുള്ള സാധ്യത അവിടെ വളരെ എവിഡൻ്റായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഇത്രയും വലിയൊരു അൺട്രസ്റ്റ് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വളരെ പെട്ടെന്ന് ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 5 ദിവസം കൊണ്ട് ഇത്രയധികം ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങളോട് ഐക്യപ്പെടാൻ ഈ ജൻസി എന്നോ അല്ലെങ്കിൽ അല്ലാത്തവരോ, ജൻസി മാത്രമല്ല അതിനോട് ഐക്യപ്പെടുന്നത്,
മറ്റാളുകളുണ്ട് അതിനോട് ഐക്യപ്പെടുന്ന ആളുകൾ. അവർ വളരെ പെട്ടെന്ന് അതിനോട് ഐക്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ അത് വളരെ ക്രൂഷ്യലായ ഒരു മൊമെൻറ്റിൽ പോയി തറച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ തുടക്കക്കാരനായ ഈ അഭിജിത്ത് ദീപ്കയുടെ ഒരു ചോദ്യം, സംവരണത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് ചോദിക്കുമ്പം ഐ ആം എ ദളിത്, എൻ്റെ ദളിത് ഐഡൻറ്റിറ്റി തന്നെ അതിനുത്തരമാണല്ലോ എന്ന മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അതിനോട് ഈ റെസ്പോൺസിൽ വന്ന മഹാഭൂരിപക്ഷം വലിയ ജനസഞ്ചയം ആ ഒരു കാര്യത്തോട് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ ഭാവി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഒരു എലീറ്റിസ്റ്റ് സംഗതി മാത്രമായി ചിലപ്പോൾ ഒതുങ്ങിപ്പോകാം, അതല്ലെങ്കിൽ വളരെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി പരിണമിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള വളരെ ക്രൂഷ്യലായ മൊമെൻറ്റിൽ തന്നെയാണ് അതുള്ളത്. തുടങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ആ ഒരു ടെസ്റ്റ് മൊമെൻറ്റിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭരണകൂടമാണ് ഇതിനോട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്തത്. ഈവൻ പ്രതിപക്ഷ പാർട്ടികൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭരണകൂടം അതിനോട് റിയാക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം വലിയ അൺട്രസ്റ്റ് രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഭരണകൂടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. അഭിജിത്ത് ദീപ്കെ ഇന്ന് പറയുന്നത്, ഞാൻ 1 മാസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്, ഞാൻ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിൻ്റെ തൊട്ട് പിറകെ എന്നെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഭരണകൂടം എങ്ങനെയായിരിക്കും ഇതിനെ ഒരു ഉരുക്കുമുഷ്ടിയോടുകൂടെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ഇപ്പം IT ആക്ടിലെ വളരെ ഗുരുതരമായ വകുപ്പുകളൊക്കെ ഉപയോഗിക്കാനുള്ള ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. എക്സ് പ്ലാറ്റ്ഫോം ഓൾറെഡി അവർ സസ്പെൻഡ് ചെയ്തു. പാരലലായി വേറൊരു പേജ് അവർ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റയിലെ അവരുടെ പേജ് വൈകാതെ പൂട്ടും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ 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 ഉരുക്കുമുഷ്ടിയോടുകൂടി ഇത് അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക്, അല്ലെങ്കിൽ അതെങ്ങനെ സാധ്യമാകും എന്നതാണ്. ഒരു പക്ഷേ ഏത് ഭരണപക്ഷത്തുള്ള ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ചിന്തിക്കുന്ന പോലെ BJPയും ചിന്തിക്കാം. കേന്ദ്ര സർക്കാർ ഇതിനെ ഫിസിക്കലി അടിച്ചമർത്താൻ തീരുമാനിച്ചാൽ തന്നെ ഈ മൂവ്മെൻറ്റിൻ്റെ സ്വഭാവം വെച്ച് അതെങ്ങനെ സാധ്യമാകും? യഥാർത്ഥത്തിൽ ഈ അഭിജിത്ത് ദീപ്കെ എന്നയാൾ ഒരു നിമിത്തം മാത്രമായി തീരുകയാണ് ചെയ്തത്. ബാക്കിയെല്ലാം പല പല ദിക്കുകളിൽ നിന്ന് ആളുകൾ ഏറ്റെടുത്ത്, അതും ഈ രാജ്യത്ത് നിന്ന് മാത്രമായിട്ടല്ലല്ലോ, അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യും. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? 1 2 അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം ആളുകൾക്കെതിരെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേസെടുക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജ്യത്താകമാനം ഇൻ്റർനെറ്റ് ബാൻ ചെയ്യാൻ പറ്റുമോ? രാജ്യത്താകമാനമായിട്ട് X നിരോധിക്കാൻ പറ്റുമോ? ഇൻസ്റ്റഗ്രാം നിരോധിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കൺട്രോളിങ് ഇതിലിനി സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ ഇതിനെ അഴിച്ചുവിടുക എന്നൊരു സ്ട്രാറ്റജി വേണമെങ്കിൽ ചെയ്യാം. ഇതിനെ എക്സ്പ്രസ് ചെയ്ത് കടന്നു പോകാൻ അനുവദിക്കുക. സാധാരണഗതിയിൽ ഒരുവിധം ഈ ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ മാനേജ് ചെയ്ത് പരിചയമുള്ള ഭരണകൂടങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. ഇതിനെ കൂടി അങ്ങ് കടന്നു പോകാൻ അനുവദിക്കും. അതിപ്പോൾ ആം ആദ്മി പാർട്ടി രൂപപ്പെട്ട ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇതങ്ങ് ഫോം ചെയ്ത് കടന്നു പോകട്ടെ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ സംഭവിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ ഭരണ സംവിധാനം ഇതങ്ങ് രൂപപ്പെട്ട് അത് എക്സ്പ്രസ് ചെയ്ത് കടന്നു പോയിക്കോട്ടെ എന്ന് വിചാരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുകയായിരുന്നെങ്കിൽ, അങ്ങനെയാണ് ഭരണകൂടത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെങ്കിൽ, അവർ വളരെ പെട്ടെന്ന് ഈ പ്ലാറ്റ്ഫോമിനെ നിരോധിക്കാൻ തീരുമാനിക്കും. അതൊരു ആദ്യഘട്ടത്തിലെ അങ്കലാപ്പാണ് യഥാർത്ഥത്തിൽ. ഇത്രയും വലിയ ഒരു അമർഷം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നതിനെക്കുറിച്ചുള്ള ഒരു അങ്കലാപ്പിൽപ്പെട്ടാണ് ആ നിരോധനം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോൾ അതങ്ങനെ ഏതെങ്കിലും ഒരു ദിക്കിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോം കൺട്രോൾ ചെയ്തതുകൊണ്ടോ 10 പ്ലാറ്റ്ഫോം കൺട്രോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ഇതിനെ ഈ ജെൻസി പൊളിറ്റിക്സിനെ തന്നെ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും തോറും അത് അടിത്തട്ടിൽ നിന്ന് പെരുകി വരികയാണ് ചെയ്യുക. അത് പാറ്റകളുടെ സ്വഭാവം കൂടുതൽ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുക. റൈറ്റ്. എന്തായാലും പാറ്റകൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക? പാറ്റകൾ എന്ന പ്രയോഗത്തിൽ തന്നെ കോക്രോച്ചസ് എന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രയോഗിക്കുകയും അത് പിന്നീട് ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ പല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ പാറ്റകളായിട്ടാണ് ഭരണകൂടം കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടി അതിലുണ്ട് എന്ന് നമ്മൾ കരുതണം. പാറ്റകൾ എന്തായിരിക്കും ഭാവിയിൽ ചെയ്യുക? അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക? അതിനൊരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപമുണ്ടാകുമോ? അതോ നേരത്തെ ബഷീർ സൂചിപ്പിച്ച പോലെ ആം ആദ്മി പാർട്ടിയൊക്കെ രൂപീകരിച്ച്
എക്സ്പ്രസ് ചെയ്ത് അവരെ തന്നെ എക്സ്പോസ് ചെയ്ത് പോകുന്ന വിധത്തിലേക്ക് ഈ CJP എന്ന് പറയുന്ന മൂവ്മെൻറ്റ് മാറുമോ? മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ കണ്ട പോലെ ജെൻസി മൂവ്മെൻറ്റ് വരികയും ആ ജെൻസി മൂവ്മെൻറ്റ് വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ സംവിധാനങ്ങളോടും മതസംവിധാനങ്ങളോടും ഐക്യപ്പെട്ടുകൊണ്ട് സ്വന്തം സ്വത്വത്തെ തന്നെ റദ്ദ് ചെയ്ത് കളയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ആകുമോ ഇവിടെയും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്താണെങ്കിലും വലിയൊരു അൺട്രസ്റ്റിൻ്റെ രാജ്യത്തെ യുവാക്കളിൽ, രാജ്യത്തെ ജനങ്ങളിൽ വലിയ തോതിലുള്ള അമർഷമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി CJPയുടെ പിന്തുണ മാറിയിട്ടുണ്ട് എന്ന വസ്തുത അവിടെ നിൽക്കുന്നു. അതിനെ മുതലെടുക്കാൻ, അതിനെ ഉപയോഗിക്കാൻ വ്യവസ്ഥാപിതമായ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാത്തതിൻ്റെ കൂടെ ബാക്കിയാണ് ഈ മൂവ്മെൻറ്റ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.